അല്പസമയം മുൻപ് അൻവർ തന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു. അതിലാണ് നമ്മൾ തുടങ്ങുന്നത്. നിലമ്പൂരിൽ PV അൻവർ മത്സരിക്കും. മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച് PV അൻവർ കൂടി രംഗത്തെത്തിയതോടെ ചതുഷ്കോണ രാഷ്ട്രീയ പോരിന് വേദിയായി നിലമ്പൂർ. ദിവസങ്ങൾ നീണ്ട നാടകീയതകൾക്കൊടുവിലാണ് PV അൻവർ ഇന്ന് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാണ് മത്സരം. എല്ലാവരോടും ഹൃദയം തുറന്ന നന്ദിയും നിങ്ങളോടുള്ള കടപ്പാടും നിങ്ങളോടുള്ള ബഹുമാനവും നിങ്ങളോടുള്ള ആദരവും അറിയിച്ചുകൊണ്ട് കേരളത്തിൽ നാളെ ഞങ്ങൾ ഈ പറയുന്ന നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതവും ആശീർവാദവും തേടുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനുമെതിരെ ആഞ്ഞടിച്ചായിരുന്നു ഇന്ന് PV അൻവർ മാധ്യമങ്ങളെ കണ്ടത്. തനിക്കെതിരെയുള്ള സതീശന്റെ നിലപാടിന് പിന്നിൽ പിണറായി വിജയനാണെന്ന് PV അൻവർ ആരോപിച്ചു. സതീശൻ കാണിക്കുന്നത് ഹിറ്റ്ലറിസം എന്നും ആര്യാടൻ ഷൗക്കത്ത് ജയിക്കാൻ പോകുന്നില്ലെന്നും PV അൻവർ പറഞ്ഞു. പ്രിയപ്പെട്ട വോട്ടർമാർ, നിങ്ങൾ മനസ്സിലാക്കുക, ഒരു കാരണവശാലും PV അൻവർ ഈ പറയുന്ന UDFന്റെ വാതിലടക്കാൻ കിട്ടിയ ചാൻസിൽ തുറക്കാത്തെയും അടക്കാത്തെയും വാതിൽ പൂട്ടിക്കഴിഞ്ഞു. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇനി ഞാൻ സ്വയം കൊലക്ക് നിന്ന് കൊടുക്കണോ? ഒരു ഭാഗത്ത് പിണറായി, ഒരു ഭാഗത്ത് RSS, ഇതുവരെ മൂന്നാമത് VD സതീശൻ. ഈ 3 കത്രിക പൂട്ടിൻ്റെ അകത്ത് കഴുത്ത് വെച്ച് കൊടുക്കണോ? ഇവിടെ ഈ പറയുന്ന സ്ഥാനാർത്ഥി ശരിയാവില്ല എന്ന് ഞാൻ പറഞ്ഞു. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. അതെന്തുകൊണ്ടാണ് ശരിയാവില്ല എന്ന് പറഞ്ഞത് വിസ്തരിക്കപ്പെടേണ്ട സമയമാണിത്. ആ സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് പോയാൽ അവിടെ ജയിക്കാൻ കഴിയില്ല എന്ന ഉത്തമ ബോധ്യത്തിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. ഷൗക്കത്തിനെ വെച്ച് മുന്നോട്ട് പോകാൻ ഒരിക്കലും കഴിയില്ല, ജയിക്കൂല. വലിയ അബദ്ധത്തിലേക്കാണ് പോണത്. വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയമുണ്ട്. B ദിലീപ് കുമാർ, ഒപ്പം വിപിൻ C വിജയൻ. ആദ്യം B ദിലീപ് കുമാറിലേക്കാണ്. ദിലീപ്, അങ്ങനെ PV അൻവർ കൂടി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതാണ്. അത് ഏത് നിമിഷവും ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ സൂചനകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ 3 മുന്നണികളുടെയും പ്രമുഖരായ സ്ഥാനാർത്ഥികൾ പാർട്ടി ചിഹ്നങ്ങളിൽ മത്സരിക്കുന്നു. ഒപ്പം PV അൻവർ കൂടി സിറ്റിംഗ് MLA ആണ്. അദ്ദേഹം കൂടി എത്തിച്ചേരുകയാണ്. അപ്പോൾ ഇതുവരെ ഒരുപക്ഷെ കേരളം തന്നെ കണ്ടിട്ടില്ലാത്ത, നിലമ്പൂർ മാത്രമല്ല കേരളം തന്നെ കണ്ടിട്ടില്ലാത്ത ഒരു കടുത്ത രാഷ്ട്രീയ പോരിന് നിലമ്പൂർ സാക്ഷ്യം വഹിക്കാൻ പോവുകയല്ലേ? അനുജ, സമീപകാലത്തൊന്നും കേരളം കണ്ടിട്ടില്ലാത്ത വിധമുള്ള ശക്തമായ ചതുഷ്കോണ മത്സരത്തിനാണ് നിലമ്പൂർ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ PV അൻവർ കൂടി മത്സരരംഗത്ത് ഇറങ്ങുന്നതോടുകൂടി ശക്തമായ ചതുഷ്കോണ മത്സരമായിരിക്കും നിലമ്പൂരിൽ നടക്കുക എന്ന കാര്യം ഉറപ്പാണ്. CPIMന്റെ LDF സ്ഥാനാർത്ഥി M സ്വരാജ്, UDF സ്ഥാനാർത്ഥി കോൺഗ്രസിലെ ആര്യാടൻ ഷൗക്കത്ത്, BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ്, തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി PV അൻവർ എന്നിവർ മാറ്റുരയ്ക്കുന്ന ഈ മത്സരം ഇതുവരെ നിലമ്പൂർ കണ്ടിട്ടില്ലാത്ത വിധമുള്ള ശക്തമായ പോരാട്ടത്തിനായിരിക്കും സാക്ഷ്യം വഹിക്കുക. മാത്രമല്ല, പിണറായിസത്തിനെതിരായ ശക്തമായ വിമർശനം PV അൻവർ ഉന്നയിക്കുമ്പോൾ തന്നെ UDFിലെ VD സതീശനെതിരായ പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കം ചില നേതാക്കൾക്കെതിരായ വിമർശനവും PV അൻവർ ഉന്നയിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. താനൊരു 25,000 വോട്ട് പിടിക്കുകയാണെങ്കിൽ UDF സ്ഥാനാർത്ഥി കൂടി പിടിക്കുന്ന വോട്ട് അതും പിണറായിസത്തിനെതിരായ വിധിയെഴുത്തായിരിക്കും എന്നാണ് PV അൻവർ ഇപ്പോൾ പറയുന്നത്. ഏതായാലും PV അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം UDF നേതാക്കളെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിരുന്നില്ല എന്നത് പ്രത്യേകം ഓർക്കണം. കാരണം UDFിലേക്കുള്ള വഴികൾ UDF നേതാക്കൾ തന്നെ അടയ്ക്കുകയും PV അൻവറിന് സ്വന്തം നിലയിൽ തീരുമാനമെടുക്കാം എന്ന കാര്യം അവർ തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നതുമാണ്. PV അൻവർ ആകട്ടെ അപ്രതീക്ഷിതമായ തീരുമാനമായിരുന്നു UDF നേതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടായത് എന്ന വിമർശനം ഇപ്പോഴും ആവർത്തിക്കുകയാണ്. അത് ഈ UDF സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്തിനെ അവിടെ പ്രഖ്യാപിച്ചപ്പോൾ മുതൽ തന്നെ PV അൻവറിൻ്റെ എതിർപ്പ് തുടങ്ങിയിരുന്നതാണ്. അങ്ങനെ ഒരു എതിർപ്പുള്ള ഒരാളിനെ, സ്ഥാനാർത്ഥിയോട് എതിർപ്പുള്ള ഒരാളിനെ ഒപ്പം ചേർക്കേണ്ടതില്ല, ആദ്യം സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിക്കട്ടെ എന്ന നിലപാട് കോൺഗ്രസ് നേതാക്കൾ കൈക്കൊള്ളുകയും ചെയ്തു. ഇതിനോട് UDFിലെ മറ്റ് ഘടകകക്ഷികളും ആ നിലപാടിനോട് യോജിക്കുകയാണ് ചെയ്തത്. അങ്ങനെ PV അൻവർ അധ്യായം അത് UDFിനെ സംബന്ധിച്ച് അടഞ്ഞതാണെന്ന നിലയിലേക്ക് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികൾ രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഇപ്പോൾ നിലമ്പൂർ മണ്ഡലം വളരെ കടുത്ത പോരാട്ടത്തിന്, ശക്തമായ പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നു. 4 സ്ഥാനാർത്ഥികളും നേർക്കുനേർ പൊരുതുന്ന മണ്ഡലം എന്ന നിലയിൽ നിലമ്പൂരും ശ്രദ്ധയാകർഷിക്കുകയാണ്. അനുജ.
അതാണ് വിപിൻ സി വിജയൻ കൂടിയുണ്ട് നിലമ്പൂരിൽ നിന്ന്. വിപിൻ, ഇതിലിപ്പോൾ LDF-നും UDF-നും PV അൻവറിനും ഇത് അഭിമാന പോരാട്ടമാണ്. PV അൻവർ അവിടുത്തെ സിറ്റിംഗ് MLA ആണ്. അദ്ദേഹത്തിന് ഈ മണ്ഡലം നിലനിർത്തേണ്ടതുണ്ട്. മാത്രമല്ല പിണറായി സത്തിനെതിരെയൊക്കെയുള്ള തൻ്റെ വോട്ടുകൾ എത്രയായിരിക്കും എന്നുള്ളത് അറിയാനുള്ള സമയമാണ്. കൂടാതെ UDF-നെതിരെയും ആര്യാടൻ ഷൗക്കത്തിനെതിരെയും ഒക്കെയുള്ള അതിരൂക്ഷമായ വിമർശനം ഇന്നും തുടരുന്നുണ്ട്. അതിൽ സതീശനെതിരെയാണ്. UDF-ലെ മറ്റ് ചില നേതാക്കളെ അദ്ദേഹം പുകഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ തരത്തിലേക്ക് ഒരു കടുത്ത പ്രചാരണത്തിലേക്ക് നിലമ്പൂർ പോകുന്നു എന്ന് പറയുന്നത് ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കേരളത്തെ തന്നെ കൊണ്ട് ചെന്നെത്തിച്ചിരിക്കുന്നു എന്നതല്ലേ? അതെ അനുജ, PV അൻവർ രാഷ്ട്രീയമായി പറയാനുള്ളതെല്ലാം ഇപ്പോൾ ഇന്ന് പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ്. എന്തായിരിക്കും ഇനി തിരഞ്ഞെടുപ്പിൽ തന്റെ പ്രചാരണം? അത് LDF, UDF-ൽ തന്നെ എല്ലാ നേതാക്കളെയും ചേർത്ത് പിടിക്കുമ്പോൾ VD സതീശനെ, പിന്നീട് ഇവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനമായിരുന്നു ഇന്ന്. 1 മണിക്കൂറോളം നീണ്ടുനിന്ന വാർത്താ സമ്മേളനമാണ് നടത്തിയത്. ഇതിൽ തന്നെ ഈ രണ്ട് പേർക്കെതിരെയാണ് പ്രധാനമായും അൻവർ ഫോക്കസ് ചെയ്യുന്നത്. അതിൽ തന്നെ ആര്യാടൻ ഷൗക്കത്ത് എന്തുകൊണ്ട് തോൽക്കും എന്ന് പറഞ്ഞതിൽ പഴയ കാര്യങ്ങളെല്ലാം തന്നെ എടുത്ത് അദ്ദേഹം ഇന്ന് വീണ്ടും പറയുന്നുണ്ട്. അത് പാഠമൊന്ന് ഒരു വിലാപം എന്നുള്ള സിനിമയിൽ തുടങ്ങുന്നു. ഒപ്പം തന്നെ മുസ്ലിം സംഘടനകൾക്ക് ആര്യാടൻ ഷൗക്കത്തിനോടുള്ള എതിർപ്പ്, ഇവിടുത്തെ നിലമ്പൂർ ഉത്സവം നടത്താറുണ്ട്. ഈ നിലമ്പൂർ ഉത്സവവുമായി ബന്ധപ്പെട്ട വ്യാപാരികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അത് കൊള്ളയായിട്ടാണ് അതിൻ്റെ പിരിവ് തുടങ്ങി ഈ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ വിഷയങ്ങളിലേക്കും തൊട്ടുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ സംസാരിച്ചിരിക്കുന്നത്. ഒപ്പം സ്വരാജിനെതിരെയും പിണറായി സത്തിനെതിരെ സംസാരിക്കുന്നു. പിണറായി തന്നെയാണ് സ്വരാജ് എന്ന് പറയുന്നു, നിഴലായി നിൽക്കുന്നുവെന്നേ ഉള്ളൂ എന്നുള്ളതാണ് എടുത്തു പറയുന്ന കാര്യമുള്ളത്. അപ്പോൾ ഒരു മത്സരം വരികയാണെങ്കിൽ അത് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു കടുത്ത മത്സരം എന്നതിനപ്പുറം ആർക്കൊക്കെ എങ്ങനെയൊക്കെ വോട്ട് എന്നുള്ളതും വലിയ ചർച്ചയാകും. കാരണം അടിസ്ഥാനപരമായി ഈ മുന്നണികൾക്കെല്ലാം തന്നെ നിലമ്പൂർ മണ്ഡലത്തിൽ ഒരു വോട്ടുണ്ട്. അതിനപ്പുറം ഈ 2,30,000-ഓളം വോട്ടുകളാണ് ഇവിടെ ഉള്ളത്. അതിലൊരു 70% പോൾ ചെയ്താൽ തന്നെ അടിസ്ഥാനപരമായ വോട്ടുകൾക്കപ്പുറം ഒരു 20,000-ഓളം വോട്ടുകൾ, അത് അങ്ങനെ കൃത്യമായി ഇന്ന ആളുകൾക്ക് എന്നുള്ള രീതിക്കുള്ളതല്ല. അപ്പോൾ ആ വോട്ടുകളായിരിക്കും ജയപരാജയങ്ങൾ നിർണ്ണയിക്കുക. അപ്പോൾ അത് ഏതായിരിക്കും സ്വാധീനിക്കുക എന്നുള്ളത് വലിയ ചർച്ചയാണ്. അതിൽ തന്നെയാണ് ആശങ്കയുള്ളത്. ഒരു വലിയ മാർജിനിൽ മുന്നണികൾ വിജയിച്ച് കയറിയിട്ടുള്ള സ്ഥലവുമല്ല നിലമ്പൂർ. കഴിഞ്ഞ പ്രാവശ്യം 2,700 വോട്ടുകൾ മാത്രമായിരുന്നു PV അൻവറിന് കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ചാഞ്ചാട്ടം എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാവുന്ന ഒരു സ്ഥലത്ത് SDPI കൂടി സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് 3,000-ഓളം വോട്ടുകളും ഉണ്ടായിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ PV അൻവർ കൂടി മത്സര രംഗത്തേക്ക് എത്തുന്നത്. അദ്ദേഹം നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ പ്രചാരണത്തിന്റെ ഫോക്കസ് 2 കാര്യങ്ങളായിരിക്കും. ഒന്ന്, ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പിണറായിസം, ഇപ്പോൾ ഈ ഒരാഴ്ച കൊണ്ടുണ്ടായിട്ടുള്ള VD സതീശനെതിരെയും ആര്യാടൻ ഷൗക്കത്തിനെതിരെയുമുള്ള പ്രചാരണം, അത് തന്നെയായിരിക്കും അതിശക്തമായി വരിക. ഇവർ എന്തുകൊണ്ട് ഇവർ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രചാരണത്തിനാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് രംഗത്തേക്ക് ഇറങ്ങുന്നത് എന്നുള്ള കാര്യവും ഇന്നത്തെ വാർത്താ സമ്മേളനത്തോടെ കൂടുതൽ വ്യക്തമാവുകയാണ് അനുജ. അതാണ് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഇന്നും അതിരൂക്ഷ വിമർശനം പിണറായി വിജയനെതിരെ, VD സതീശനെതിരെ, ആര്യാടൻ ഷൗക്കത്തിനെതിരെ ഉന്നയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സ്വരാജിനെതിരെയും അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ദിലീപ് കുമാർ തുടരുന്നുണ്ട്. ദിലീപ്, ഇവിടെ PV അൻവറിനെ സംബന്ധിച്ച് അദ്ദേഹം കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ 2,000-ലേറെ വോട്ടിനുള്ള വിജയമാണ് അദ്ദേഹത്തിനുണ്ടായത്. അതിന് മുൻപ് 11,000-ലേറെ വോട്ടിനാണ് അദ്ദേഹം, അത് ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിച്ച് അദ്ദേഹം വിജയിച്ചു എന്നുള്ളിടത്താണ് ഈ കുറി ആര്യാടൻ ഷൗക്കത്ത് മറുഭാഗത്ത് നിൽപ്പുണ്ട് എന്നുള്ളത്. അങ്ങനെ പലതരത്തിൽ PV അൻവറിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനമല്ലേ? പിണറായി സത്തിനെതിരെയുള്ള തൻ്റെ വിജയം അദ്ദേഹത്തിന് അനിവാര്യമാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി എന്താണ് എന്നതിലൊക്കെ ഉത്തരം ലഭിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്. അത്തരത്തിൽ PV അൻവറിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പല്ലേ ഈ ഉപതെരഞ്ഞെടുപ്പ്? അനുജ, 1970 മുതലുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഇടയ്ക്ക് ഒരു ചെറിയ കാലം ഒഴിച്ചു നിർത്തിയാൽ, അത് 1982-ൽ TK ഹംസ വിജയിച്ച ആ കാലം ഒഴിച്ചു നിർത്തിയാൽ കോൺഗ്രസ് പക്ഷത്തോട് കൂറു കാണിച്ച മണ്ഡലമാണ് നിലമ്പൂർ. ആ നിലമ്പൂർ മണ്ഡലത്തിലാണ് 2016-ൽ PV അൻവർ ആര്യാടൻ ഷൗക്കത്തിനെ 3 പതിറ്റാണ്ടോളം ആ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്ത ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിന് 11,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിയത്. എന്നാൽ 2021-ൽ അതേ തിളക്കമാർന്ന വിജയം PV അൻവറിനുണ്ടായില്ല. PV അൻവർ മണ്ഡലം നിലനിർത്തിയെങ്കിലും 2,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷം എന്ന നിലയിലേക്ക് അത് ചുരുങ്ങിയിരുന്നു. അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി